നെറ്റിപ്പട്ട ഞാൻ വീട്ടിൽ ചെയ്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അമ്മയുടെ സാഹചര്യമാണ് നിങ്ങൾ നേരിട്ട് കാണുന്നത്. ഈ ചേട്ടൻ്റെ ആകെയുള്ള ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ ഒരു നെറ്റിപ്പട്ടങ്ങളാണ്. അത് വീട്ടിലിരുന്ന് നിർമ്മിക്കും. അപ്പോൾ ഈ കാല് ഈ സൈഡ് ബലക്കുറവാണ്, കൈയും ഒക്കെ ബലക്കുറവാണ്, പെരുപ്പും ഒക്കെ. അപ്പോൾ അത് ഇനി മാറത്തില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ സർജറി ചെയ്ത പിത്താശയത്തിൻ്റെ ഈ സർജറി ചെയ്തേക്കുന്ന ഓപ്പൺ സർജറി ചെയ്തേക്കുന്നതിൻ്റെ ഇനി പിത്താശ അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളഞ്ഞത് വേറെ മാറ്റി വെക്കും. ഇതേ ഒരാൾ വരുന്നുണ്ടല്ലേ, നമുക്കൊന്ന് പരിചയപ്പെടാം. കയ്യിൽ നെറ്റിപ്പട്ടമാണ് കേട്ടോ. ചേട്ടാ എന്താ പരിപാടി ഇത് നെറ്റിപ്പട്ട ഞാൻ വീട്ടിൽ ചെയ്ത് ഇങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. വീട്ടിൽ ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുവാണ്. ആണോ? ചേട്ടന് ഇത് പഠിച്ചിട്ടുണ്ടോ ചെയ്യാനൊക്കെ? ഇത് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് അന്ന് ഈ നെറ്റിപ്പട്ടോ ആനയൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കാൻ ടീച്ചർ വരുമായിരുന്നു. അങ്ങനെ പഠിച്ചതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ വവ്വാക്കാവ്. ഇത് കറക്റ്റ് സ്ഥലം എവിടെയാ ചേട്ടാ? ഇത് വവ്വാക്കാവ് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറുമ്പോൾ ചെറുമണ്ണിൽ ജംഗ്ഷൻ അല്ലേ? അവിടെ വിജുവിന്റെ വീട് ചോദിക്കുമ്പോൾ വവ്വാക്കാവ് ചോദിച്ചാലും ഓട്ടോക്കാരും പറയും. ചേട്ടൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വീട്ടിലിരുന്ന് ഉണ്ടാക്കും? ഉണ്ടാക്കിയ ശേഷം ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് മാർക്കറ്റ് ഞാൻ കൊറിയർ വേണമെന്നവർക്ക് കൊറിയർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഫോട്ടോ വെച്ച് ചെയ്ത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വവ്വാക്കാവ് ഹൈവേയിൽ പോയി ചില സമയങ്ങളിൽ ഇരിക്കാറുണ്ട്. പിന്നെ ഇത് വേറെ ഇവിടെ ആരെങ്കിലുമൊക്കെ വന്ന് ഓർഡർ പറയുമ്പോൾ ചെയ്ത് കൊടുക്കും. നെറ്റിപ്പട്ടം ചെയ്യാൻ തുടങ്ങാൻ കാരണം എനിക്ക് ഒരു 2 വർഷത്തിന് മുമ്പ് പിന്നെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു പിത്താശയത്തിൻ്റെ. അതിനെ തുടർന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് സ്ട്രോക്ക് വന്ന് ശ്വാസം മുട്ടൽ രൂക്ഷമായി. അങ്ങനെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലായി. കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലായി, കൊല്ലം ഡിസ്ട്രിക്റ്റിലായി, വണ്ടാനം മെഡിക്കൽ കോളേജ്, കോട്ടയം വരെ എത്തി. സ്ട്രോക്ക് വന്ന് സംസാരശേഷി ഇല്ലാതൊക്കെ ആയി. അങ്ങനെ കോട്ടയത്തു നിന്ന് വീൽ ചെയറിൽ അതേ പടി തന്നെ വണ്ടാനത്ത് സർജറി ചെയ്തതിന് അതിലൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായതാണെന്നും പറഞ്ഞ് അങ്ങനെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അഡ്മിറ്റ്. ചേട്ടനപ്പം ഈ ഒരു തൊഴിലല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല? വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല, വെയിറ്റ് എടുക്കാനൊക്കത്തില്ല. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിൽ എൻ്റെ ആദ്യ ഭാര്യ സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതിന് 32 വയസ്സിൽ മരിച്ചുപോയി. അതും ഒരുപാട് പ്രയാസത്തോടുകൂടി വന്ന് അന്ന് 6 വർഷത്തോളം സുഖമില്ലാതൊക്കെ ഇരുന്ന്, മസിൽസിൻ്റെ അസുഖം, യൂറിക് ആസിഡും ഒക്കെ ആയിട്ടിരുന്ന് അത് മരിച്ചുപോയി. അതിന് മുമ്പ് ഒരു കുഞ്ഞുള്ളത് മരണപ്പെട്ടു പോയി. പിന്നെ അബോഷനായി. അതിനുശേഷം ഈ അസുഖങ്ങളായി.